അഞ്ചലിൽ വിഷപ്പാമ്പുകളുടെ ശല്യം വർദ്ധിക്കുന്നു. പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും പാമ്പുകടി ഏൽക്കലും പതിവാകുകയാണ്. ഭീതി അകറ്റാൻ അധികൃതർ യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ തെക്കേവയൽ ഭാഗത്തുള്ളവരാണ് വിഷപ്പാമ്പുകളെ ഭയന്ന് പൊറുതിമുട്ടിയിരിക്കുന്നത്. 5 വർഷം മുമ്പ് എന്നെ പാമ്പ് കടിച്ച് ഞാൻ മരിച്ച് ജീവിച്ചതാ. എന്നെ അടക്കാൻ കുഴി വരെ എടുത്തതാ. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു രോഗിയായിട്ട് മാറി. ഇപ്പം ഞാൻ ജോലി ചെയ്യാൻ വയ്യാതെ ജീവിക്കുക, തനിച്ചേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ ചുറ്റും 4 ചുറ്റും കാട. അത് വീട് വസ്തുവിൻ്റെ കൂടെ കാട് എടുക്കുന്നില്ല വിളിച്ച് പറഞ്ഞിട്ട്. പിന്നെ 3-4 ദിവസം മുമ്പ് ഒരാളെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയിൽ കിടന്ന് അയാൾ മരിച്ച്. കാടെടുക്കാൻ വന്ന ആളിനെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയിൽ കഴിയുക. പിന്നെ രണ്ടാമത് ഒരു പത്തിക്കാരനെ പിടിച്ച്, ഒരു പെരുമ്പാമ്പിനെ പിടിച്ച്. കഴിഞ്ഞ ദിവസം തെക്കേവയൽ ഭാഗത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞു വന്ന രാമചന്ദ്രൻ എന്നയാൾ മരണമടഞ്ഞിരുന്നു. പാമ്പ് കടിയേറ്റ മറ്റൊരു സ്ത്രീ ചികിത്സയിലിരിക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. സമീപത്തെ കുറ്റിക്കാടുകൾ വൃത്തിയാക്കുന്നതിനിടെ വീണ്ടും മറ്റൊരാൾക്ക് കൂടി പാമ്പ് കടിയേറ്റു. ഇയാൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. പാമ്പ് പിടുത്തക്കാരൻ കൂടിയായ ഏരൂർ സ്വദേശി സജുവിനായിരുന്നു പാമ്പ് കടിയേറ്റത്. വീട്ടുമുറ്റത്ത് ആകസ്മികമായി കണ്ട അണലിപ്പാമ്പിനെ വളർത്തുനായ കടിച്ചു കൊന്നതോടെ പാമ്പ് ഭീതിയിൽ അക്ഷരാർത്ഥത്തിൽ വീണ്ടും പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. എനിക്ക് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പിനെ ഒരു പട്ടി കയറി പിടിച്ചു. പട്ടിയുടെ പേര് പാച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ആ പട്ടിയുടെ സാന്നിധ്യത്തിൽ കൂടി ആ പാമ്പിനെ കടിച്ചു കൊന്നതുകൊണ്ട് ഈ ഒരു ജീവൻ അല്ലെങ്കിൽ 2 ജീവൻ അല്ലെങ്കിൽ എത്ര ജീവൻ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. എങ്കിലും ആ പട്ടിക്ക് ഞങ്ങളുടെ ഒരു സ്വീകരണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് അവനെ അകത്തി മാറ്റി ഇതിനെ വലിച്ചെടുത്തത്. അങ്ങനെ ഇയാളെ അന്നേരം പറഞ്ഞ് കുഴിച്ചിടണ്ട, ചിലപ്പോൾ അറിയത്തില്ല, പാവങ്ങളാ, നമുക്ക് ഇതിന്റെ പറയിൽ നിന്ന് കിടന്ന് ഓടാൻ വയ്യ, പട്ടിയുടെ വീഡിയോ എടുത്തു വെക്കാന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മോള് വീഡിയോ എടുത്തു വെച്ചത്. അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തല്ലേ. പിന്നെ ഇതിന്റെ പറയ നമുക്ക് വയ്യ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.